പ്രിയ വിദ്യാർത്ഥികളെ, +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്ററാണ് സ്പ്രെഡ്ഷീറ്റ്. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചില ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടാം. ലിബ്രിയോഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ലോട്ടസ് 123, GNumeric, വിസി കാൽക്ക്, ഓപ്പൺ ഓഫീസ് കാൽക്ക്. ഇതെല്ലാം ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് വരാറുണ്ട്. ഇതിൽ ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറയുന്ന ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ that we can use to calculate, analyze and manage data. ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ നമ്മളെ പല കാര്യങ്ങൾക്കും സഹായിക്കുന്നുണ്ട്. കാൽക്കുലേഷൻസ് നടത്തുന്നതിന് വേണ്ടി, അനാലിസിസ് നടത്തുന്നതിന് വേണ്ടി, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, ദെൻ ഡാറ്റ മാനേജ്മെൻറ്റ്, ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ലിബ്രിയോഫീസ് കാൽക്ക്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് ലിബ്രിയോഫീസ് കാൽക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, FOSS. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അല്ല, ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ കോഡും നമുക്ക് അവൈലബിൾ ആണ്. It is available for a variety of platforms including Linux, Windows, etc. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന, വർക്ക് ചെയ്യുന്ന ലിബ്രിയോഫീസ് കാൽക്ക് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. Then what are the components of ലിബ്രിയോഫീസ് കാൽക്ക്? ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ്റെ, ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്തൊക്കെയാണ്? ഏറ്റവും മുകളിലുള്ള ബാറിനെ പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ. ഈ ഫയലിൻ്റെ പേര് എഴുതി വരുന്ന ബാറാണ് ടൈറ്റിൽ ബാർ. അതിന് തൊട്ട് താഴെ മെനു ബാർ, ഫയൽ എഡിറ്റ് എന്നൊക്കെ പറയുന്ന ബാറിനെ പറയുന്ന പേരാണ് മെനു ബാർ. മെനു ബാറിന് താഴെയായിട്ട് വരുന്ന ഈ തേർഡ് ഹൊറിസോണ്ടൽ ബാറിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ദെൻ അതിന് താഴെ ഫോർമാറ്റിങ്ങിന് സഹായിക്കുന്ന ഈ ടൂൾ ബാറിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ. ഈ 4 ടൂൾ ബാറുകളും ഹൊറിസോണ്ടലായിട്ടാണ് വരുന്നത്. കോളവും റോയും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഏരിയയാണ് സെൽ എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം. ABCD എന്നൊക്കെ പറയുന്നത് കോളം ഹെഡേഴ്സ് ആണ്. ഓരോ കോളത്തിൻ്റെയും ഹെഡ് നെയിം ആണ് ആൽഫബറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ ഹെഡിങ് ആണ്, അല്ലെങ്കിൽ റോ നമ്പേഴ്സ് ആണ് 1, 2, 3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കോമ്പണൻസ് ഓർത്തു വെക്കുക. വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ലിബ്രിയോഫീസ് കാൽക്ക്? ലിബ്രിയോഫീസ് കാൽക്കിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഈസി കാൽക്കുലേഷൻ. ഏതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. സെർവ്സ് ആസ് എ ഡാറ്റാബേസ്. ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ആവശ്യാനുസരണം സോർട്ട് ചെയ്തെടുക്കുന്നതിനൊക്കെ ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ദെൻ ഡൈനാമിക് ചാർട്ട്സ്. വിവിധങ്ങളായിട്ടുള്ള ചാർട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ലിബ്രിയോഫീസ് കാൽക്ക് സഹായിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സ്. ഇനി എന്താണ് റോസ് ആൻഡ് കോളംസ്? Worksheet contains rows and columns in a table format. Rows are a group of cells arranged horizontally. Columns are a group of cells arranged vertically. റോസും കോളംസും അടങ്ങിയിട്ടുള്ള ഈ ഷീറ്റിനെയാണ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലായി അറേഞ്ച് ചെയ്തിട്ടുള്ള സെല്ലുകളെയാണ്, ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് റോസ് എന്ന് പറയുന്നത്. വെർട്ടിക്കലായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് കോളംസ് എന്ന് പറയുന്നത്. റോസിന് പേര് കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സ് ആണ് 1, 2, 3, 4, 5 ഫ്രം ടോപ്പ് ടു ബോട്ടം. കോളംസിനും പേരുകൾ കൊടുത്തിട്ടുണ്ട്, ആൽഫബറ്റ്സ് ആണ് ABCDE ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലിബ്രിയോഫീസ് കാൽക്ക് സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫയലിനെ പറയുന്ന പേരാണ് വർക്ക് ബുക്ക്. ഈ വർക്ക് ബുക്കിൽ ആവശ്യാനുസരണം ഷീറ്റുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. 32,000 ഷീറ്റുകൾ വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ ഉണ്ട്. ഈ ഷീറ്റിൽ അടങ്ങിയിട്ടുള്ള മാക്സിമം റോസ് എന്ന് പറയുന്നത് 10,48,576. ഇത്രയും റോസ് ഈ ഷീറ്റിൽ അടങ്ങിയിട്ടുണ്ട്, ഓരോ ഷീറ്റിലും അടങ്ങിയിട്ടുണ്ട്. പഴയ വെർഷനിൽ 65,536 റോസ് ആണ് ഉണ്ടായിരുന്നത്. ഒരു ഷീറ്റിലെ കോളങ്ങളുടെ എണ്ണമാണ് 1024.
32,000 ഷീറ്റുകൾ, 10,48,576 റോസ്, 1024 കോളംസ് അടങ്ങിയിട്ടുള്ള 32,000 ഷീറ്റുകൾ വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലിബ്രെ ഓഫീസ് കാൽക്കിന് ഉണ്ട്. ഇനി എന്താണ് സെൽ എന്ന് പറഞ്ഞാൽ? ദ ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം ഈസ് കാൾഡ് എ സെൽ. ഒരു റോയും ഒരു കോളവും ഇന്റർസെക്ട് ചെയ്യുന്ന ആ സ്പേസിനെയാണ് സെൽ എന്ന് പറയുന്നത്. എ സെൽ ഈസ് ഐഡന്റിഫൈഡ് by a combination of a letter that is column header and a number that is row header. ഓരോ സെല്ലിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് റോ ഹെഡർ ആൻഡ് കോളം ഹെഡർ. കോളം ഹെഡിങ്ങും റോ ഹെഡിങ്ങും കമ്പൈൻ ചെയ്തിട്ടാണ് ഓരോ സെല്ലിനും അഡ്രസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A1 ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ, A1 എന്നാണ് ആ സെല്ലിന്റെ അഡ്രസ്. തേർഡ് കോളം ഫോർത്ത് റോ, ഈ സെല്ലിനെ പറയുന്ന പേരാണ് C4. ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം ഈസ് കാൾഡ് എ സെൽ. ഇനി എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ? റേഞ്ച് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസന്റ് സെൽസ് ദാറ്റ് ഫോംസ് എ റെക്ടാങ്കുലർ ഏരിയ. തുടർച്ചയായിട്ട് വരുന്ന ഒരു കൂട്ടം സെല്ലുകളെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ B1 to B5, B1 മുതൽ B5 വരെയുള്ള 5 സെല്ലുകളെ ഒരുമിച്ച് നമുക്ക് ഒരു റേഞ്ച് എന്ന് പറയാം. ദെൻ B2 to E8, B2 മുതൽ തുടങ്ങി E8 അവസാനിക്കുന്ന ഈ റേഞ്ചിനെ പറയുന്ന പേരാണ് B2 to E8. അപ്പോൾ അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വർക്ക്ഷീറ്റിൽ ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റകളാണ് എൻ്റർ ചെയ്യുന്നത്? ടൈപ്സ് ഓഫ് വർക്ക്ഷീറ്റ് ഡാറ്റ. ഫസ്റ്റ് വൺ വാല്യൂ, സെക്കൻഡ് വൺ ലേബൽ ആൻഡ് തേർഡ് വൺ ഫോർമുല. 3 തരം ഡാറ്റകളാണ് സെല്ലുകളിൽ എൻ്റർ ചെയ്യുന്നത്. എന്താണ് വാല്യൂ എന്ന് പറഞ്ഞാൽ? വാല്യൂ ഈസ് എ നമ്പർ that you enter in a cell. By default, values are right aligned. Example, salary of employee, age of employee, etc. നമ്പറുകളെയാണ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു സെല്ലിൽ എൻ്റർ ചെയ്യുന്ന നമ്പറുകളെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെന്റ് റൈറ്റ് അലൈൻമെന്റ് ആണ്. ഇതിൽ നോക്കിയാൽ അറിയാം, ഈ നമ്പർ അലൈൻ ചെയ്തത് B3 എന്ന് പറയുന്ന സെല്ലിന്റെ റൈറ്റ് സൈഡിലേക്കാണ്. ദെൻ വാല്യൂവിന് എക്സാമ്പിൾ ആണ് എംപ്ലോയീസിന്റെ സാലറി, ഏജ് ഓഫ് എംപ്ലോയീസ്, എക്സെട്ര. ദെൻ ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെക്സ്റ്റ് ഡാറ്റ ഈസ് കാൾഡ് ലേബൽ. ഇറ്റ് ഇൻക്ലൂഡഡ് ആൽഫബറ്റ്സ് ആൻഡ് സിംബൽസ്. ബൈ ഡിഫോൾട്ട് ലേബൽസ് ആർ ലെഫ്റ്റ് അലൈൻഡ്. ആൽഫബറ്റ്സും സിംബൽസും അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റ് ഡാറ്റയെയാണ് ലേബൽസ് എന്ന് പറയുന്നത്. ആൽഫബറ്റ്സും സിംബൽസും ഒരു സെല്ലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് അതിന്റെ അലൈൻമെന്റ് ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്. ഇവിടെ സന്തോഷ്, റഫീഖ്, സജിത എന്നൊക്കെ എഴുതിയത് ഡിഫോൾട്ട് ആയിട്ട് അവർക്ക് ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് വന്നിട്ടുള്ളത്. നെയിം ഓഫ് എംപ്ലോയി, ഡെസിഗ്നേഷൻ, എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ലേബൽസ്. കാൽക്കുലേഷൻസിലൊന്നും ഉൾപ്പെടുത്താത്ത ആൽഫബറ്റ്സിനെയും സിംബൽസിനെയുമാണ് ലേബൽസ് എന്ന് പറയുന്നത്. എന്താണ് ഫോർമുല എന്ന് പറഞ്ഞാൽ? ദ ഫോർമുല മീൻസ് എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഓൺ എ സെറ്റ് ഓഫ് സെൽസ്. ഫോർമുല must start with equal sign. The formula is displayed on the input line. വിവിധ സെല്ലുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനെയാണ് ഫോർമുല എന്ന് പറയുന്നത്. ഫോർമുല എപ്പോഴും തുടങ്ങേണ്ടത് ഒരു ഈക്വൽ സിംബൽ വെച്ചാണ്. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഫോർമുല ഇൻപുട്ട് ലൈനിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏത് സെല്ലിലാണോ ഫോർമുല എൻ്റർ ചെയ്തിട്ടുള്ളത് ആ എൻ്റർ ചെയ്ത സെല്ലിൽ അതിന്റെ ഔട്ട്പുട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ഫോർമുല ഡിസ്പ്ലേ ചെയ്യുന്നത് ഇൻപുട്ട് ലൈനിലാണ്. എന്താണ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ? എ സെൽ റെഫറൻസ് ഐഡന്റിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് എ സെൽ or group of cells in the spreadsheet, also referred as a cell address. ഒരു സെല്ലിന്റെ ലൊക്കേഷൻ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളുടെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെൽ അഡ്രസ്സുകളെയാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. 3 തരം സെൽ റെഫറൻസുകളാണുള്ളത്. റിലേറ്റീവ് സെൽ റെഫറൻസ്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആൻഡ് മിക്സഡ് സെൽ റെഫറൻസ്. റിലേറ്റീവ് സെൽ റെഫറൻസിന് എക്സാമ്പിൾ ആണ് A1. അബ്സല്യൂട്ട് സെൽ റെഫറൻസിന് എക്സാമ്പിൾ ആണ് $A$1. മിക്സഡ് സെൽ റെഫറൻസിന് എക്സാമ്പിൾ ആണ് $A$1, $A1. എന്താണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ? റിലേറ്റീവ് സെൽ റെഫറൻസ് മീൻസ് ദാറ്റ് ആസ് എ ഫോർമുല ഓർ ഫംഗ്ഷൻ ഈസ് കോപ്പീഡ് ആൻഡ് പേസ്റ്റഡ് ടു അതർ സെൽസ്, the cell references in the formula or function change to reflect new location. ഒരു സെല്ലിൽ ഒരു ഫോർമുല ടൈപ്പ് ചെയ്തു, ആ ഫോർമുലയിൽ ഉപയോഗിച്ചിട്ടുള്ള സെൽ റെഫറൻസ് റിലേറ്റീവ് സെൽ റെഫറൻസ് ആണെങ്കിൽ ആ സെല്ലിലെ ഫോർമുല മറ്റ് സ്ഥലങ്ങളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ റിലേറ്റീവ് ചേഞ്ചസ് ആ സെൽ റെഫറൻസുകളിൽ വരുന്നുണ്ടെങ്കിൽ അത്തരം സെൽ റെഫറൻസുകളെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസുകൾ എന്ന് പറയുന്നത്.
ഇവിടെ C2 എന്ന് പറയുന്ന സെല്ലിൽ =A2 + B2 എന്നാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. ഡോളർ സിമ്പിൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ C2 എന്ന് പറയുന്ന സെല്ലിലെ ഈ ഫോർമുല മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ റിലേറ്റീവായി ആ സെൽ റെഫറൻസുകളിൽ, സെൽ അഡ്രസ്സുകളിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. A2 എന്നുള്ളത് A3 ആയി, B2 എന്നുള്ളത് B3 ആയി. വീണ്ടും താഴേക്ക് കോപ്പി ചെയ്തപ്പോൾ A3 എന്നുള്ളത് A4 ആയി, B3 എന്നുള്ളത് B4 ആയി. ഇങ്ങനെ റിലേറ്റീവായി ചേഞ്ചസ് വരുന്ന സെൽ റെഫറൻസുകളെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസുകൾ എന്ന് പറയുന്നത്. ഡോളർ സിംബലുകൾ ഉപയോഗിക്കാതെ സെൽ അഡ്രസ്സുകൾ, സെൽ റെഫറൻസുകൾ എഴുതുമ്പോഴാണ് റിലേറ്റീവ് സെൽ റെഫറൻസുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്? എ സെൽ റെഫറൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ കോളം ലെറ്റർ ആൻഡ് റോ നമ്പർ സറൗണ്ടഡ് ബൈ ഡോളർ സൈൻ. എക്സാമ്പിൾ $D, $1. It means that when a formula or function is copied and pasted to other cells, the cell references in the formula or function do not change. Relative cell reference ന്റെ just opposite ആണ് absolute cell reference. ഈ സെൽ റെഫറൻസിൽ രണ്ട് ഡോളർ സിംബലുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോളം ഹെഡിന്റെ മുമ്പും ഡോളർ സിംബൽ ഉപയോഗിക്കണം, റോ നമ്പറിന്റെ മുമ്പും ഡോളർ സിംബൽ ഉപയോഗിക്കണം. അങ്ങനെ രണ്ട് ഡോളർ സിംബലുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന റെഫറൻസുകളാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ സെൽ റെഫറൻസുകൾ മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ആ സെൽ റെഫറൻസിൽ ഒരു മാറ്റവും വരുന്നില്ല. ഈ എക്സാമ്പിളിൽ C4ൽ ഒരു അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, $C, $1. ദെൻ ഒരു റിലേറ്റീവ് സെൽ റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ട് B4. ഇത് താഴെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ റിലേറ്റീവ് സെൽ റെഫറൻസിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. അബ്സല്യൂട്ട് സെൽ റെഫറൻസിൽ മാറ്റങ്ങൾ വരുന്നില്ല. രണ്ട് ഡോളർ സിംബലുകൾ ഉപയോഗിച്ചിട്ടുള്ള റെഫറൻസുകളെയാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അവ കോപ്പി ചെയ്യുന്ന സമയത്ത് മാറ്റം വരുന്നില്ല. ഇനി എന്താണ് മിക്സഡ് സെൽ റെഫറൻസ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് സെൽ റെഫറൻസസ് that holds either row or column constant when the formula or function is copied to another cell, that is $C4, $4. റിലേറ്റീവ് സെൽ റെഫറൻസിന്റെയും അബ്സല്യൂട്ട് സെൽ റെഫറൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് മിക്സഡ് സെൽ റെഫറൻസ്. ഒരു സെല്ലിനെ റെഫറൻസ് ചെയ്യുമ്പോൾ ഒരു ഡോളർ സിംബൽ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണെങ്കിൽ അവിടെ രണ്ട് ഡോളർ സിംബലുകളാണ് ഉപയോഗിച്ചത്. കോളം ഹെഡറിന് മുമ്പായിട്ടോ റോ ഹെഡറിന് മുമ്പായിട്ടോ ഡോളർ സിംബൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. കോളം ഹെഡിന് മുമ്പായിട്ടാണ് ഡോളർ സിംബൽ ഉപയോഗിച്ചതെങ്കിൽ കോപ്പി ചെയ്യുന്ന സമയത്ത് കോളം ഹെഡിങ്ങിന് മാറ്റം വരുന്നില്ല. ദെൻ റോ ഹെഡറിന് മുമ്പായിട്ടാണ് ഡോളർ സിംബൽ ഉപയോഗിച്ചതെങ്കിൽ ആ റോ നമ്പറിന് കോപ്പി ചെയ്യുന്ന സമയത്ത് മാറ്റം കാണുന്നില്ല. ഇങ്ങനെ റിലേറ്റീവ് സെൽ റെഫറൻസിന്റെയും അബ്സല്യൂട്ട് സെൽ റെഫറൻസിന്റെയും ഒരു കോമ്പിനേഷനെയാണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അഡീഷൻ, subtraction, multiplication, division, percent, exponential. Then comparison operators ആണ് equal to, greater than, less than, greater than or equal to, less than or equal to, not equal to. Reference operators ആണ് range operator, that is colon, union operator, that is comma. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് what is a function? Function is a special keyword which can be entered into a cell in order to process data. ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില കീവേഡുകളെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ. ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടി, ഒരു പർട്ടിക്കുലർ കാൽക്കുലേഷന് വേണ്ടി സോഫ്റ്റ്വെയർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വേർഡുകളെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എ ഫോർമുല ഈസ് യൂസർ ഡിഫൈൻഡ് ബട്ട് എ ഫംഗ്ഷൻ ഈസ് ഡിസൈൻഡ് ബൈ ദ സോഫ്റ്റ്വെയർ. ഫോർമുല ഡിസൈൻ ചെയ്യുന്നത് യൂസറാണ്, ഫംഗ്ഷൻ ഡിസൈൻ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ് സം. ഒന്നിലധികം സെല്ലുകളിലുള്ള നമ്പറുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സം. അതിന്റെ ആർഗ്യുമെന്റ്സ് ആണ് ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് ചെയ്യേണ്ടത്. കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കൗണ്ട്. ഗിവൺ നമ്പേഴ്സിന്റെ ആവറേജ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ആവറേജ്. ഈ സ്പെഷ്യൽ കീവേഡുകളെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ്. 7 തരം ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ്, ലോജിക്കൽ ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ടെക്സ്റ്റ് ഫംഗ്ഷൻസ്, സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ്. ടെക്സ്റ്റ് ഫംഗ്ഷൻസിന് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ് എന്ന് പറയാറുണ്ട്. സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷന് ലുക്കപ്പ് ഫംഗ്ഷൻസ് എന്നും പറയാറുണ്ട്. ഇതിൽ ഓരോ ടൈപ്പ് ഓഫ് ഫംഗ്ഷനിലും വരുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന്
മനസ്സിലാക്കാം. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ് ആൻഡ് ടൈം വാല്യൂസ്. ഡേറ്റിലും ടൈമിലും വരുന്ന ചില ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഫങ്ഷൻസ് ഓർത്തു വെക്കണം. ഇന്നത്തെ ഡേറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇന്നത്തെ ഡേറ്റും സമയവും കണ്ടെത്തുന്നതിന് വേണ്ടി നൗ. വർഷം എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ഇയർ. ഒരു ഡേറ്റിൽ നിന്നും മന്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി മന്ത്. ഒരു ഡേറ്റിൽ നിന്നും ഡേ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡേ. 3 നമ്പറുകൾ ഇൻപുട്ട് ചെയ്ത് അതിനൊരു ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡേറ്റ്. ദെൻ ഒരു ഡേറ്റിന്റെ വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡേറ്റ് വാല്യൂ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഓപ്പറേറ്റ്സ് ഓൺ എ സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഗിവ്സ് സമ്മറൈസ്ഡ് റിസൾട്ട്സ്. എക്സാമ്പിൾ ആവറേജ് മാർക്ക്, ഹയസ്റ്റ് മാർക്ക് എക്സെട്ര. കുറെ അധികം ഡാറ്റ പ്രോസസ് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ്. ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ഹയസ്റ്റ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ഇത്തരം പ്രോസസ്സുകളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് കൊണ്ട് ചെയ്യാറുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ആണ് ഒന്ന് മിനിമം കാൽക്കുലേറ്റ് ചെയ്യുക. ഗിവൺ നമ്പേഴ്സിൽ നിന്ന് മിനിമം നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ദെൻ മാക്സിമം നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മാക്സ്. ഗിവൺ നമ്പേഴ്സിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനാണ് കൗണ്ട്. എനി വാല്യൂ കൗണ്ട് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനാണ് കൗണ്ട് എ. ദെൻ ബ്ലാങ്ക് സെൽസ് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് കൗണ്ട് ഇഫ്. ദെൻ ലോജിക്കൽ ഫംഗ്ഷൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ലോജിക്കൽ ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു കമ്പയർ ടു വാല്യൂസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. 2 വാല്യൂസ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോജിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 3 ലോജിക്കൽ ഫംഗ്ഷൻസ് ആണുള്ളത്. ഒരു സമയം ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഇഫ് എന്ന് പറയുന്ന ലോജിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഒരേ സമയം ഒന്നിലധികം കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആൻഡും ഓറും നമുക്ക് ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഗിവൺ നമ്പേഴ്സിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സം ഉപയോഗിക്കാം. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമ്പറുകൾ കണ്ടെത്തി അതിനെ ടോട്ടൽ ചെയ്യുന്നതിന് വേണ്ടി സം ഇഫ്. ഒരു ഫ്രാക്ഷൻ നമ്പറിനെ റൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി റൗണ്ട്. ദെൻ അപ്വേർഡ് റൗണ്ട് വേണമെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റൗണ്ട് അപ്പ്. ഡൗൺവേർഡ് റൗണ്ടിങ് ആണ് ആവശ്യം വരുന്നതെങ്കിൽ റൗണ്ട് ഡൗൺ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും യൂസ് ചെയ്യാം. Then ഏതെല്ലാമാണ് ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഓർ ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ്? ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഓർ മോഡിഫൈങ് ദ ഡാറ്റ എൻറ്റേർഡ് ഇൻ സെൽസ് ടു എ റിക്വയർഡ് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഒരു സെല്ലിൽ എൻ്റർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന 2 ഫംഗ്ഷൻസ് ആണ്. ഒന്ന് ടെക്സ്റ്റ്, 2 കോൺകാറ്റിനേറ്റ്. ഒന്നിലധികം സെല്ലുകളിലുള്ള ടെക്സ്റ്റ് ഡാറ്റ ഒരു സെല്ലിലേക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷനുകളുടെ ഉപയോഗം എന്താണ്? സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ സെർച്ചിങ് സർട്ടൻ വാല്യൂ ഫ്രം എ പർട്ടിക്കുലർ ടേബിൾ. ഒരു ടേബിളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഡാറ്റ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷനുകൾ യൂസ് ചെയ്യുന്നത്. ലുക്കപ്പ് ഫംഗ്ഷൻസ് എന്നും ഇവയെ പറയാറുണ്ട്. പ്രധാനമായിട്ടും 3 ഫംഗ്ഷൻസ് ആണുള്ളത്: ലുക്കപ്പ്, വി ലുക്കപ്പ് ആൻഡ് എച്ച് ലുക്കപ്പ്. വി ലുക്കപ്പ് മീൻസ് വെർട്ടിക്കൽ ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് മീൻസ് ഹൊറിസോണ്ടൽ ലുക്കപ്പ്. ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിന്റെ പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ്, മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഓഫ് ലോൺ, നെറ്റ് പ്രസന്റ് വാല്യൂ എക്സെട്ര. അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു ലോണിന്റെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കണ്ടെത്തുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് അക്രിൻഡ്. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് റേറ്റ്. CMI, PMT, PEV, PMT, FV, NPV ഇതെല്ലാം ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നവ. ഓക്കെ.